ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ജ്വല്ലറി മേക്കിംഗ് ടൂളുകൾ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് മാലയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ജ്വല്ലറി മെറ്റീരിയൽസ്, അതുപോലെ വള, ബ്രേസ്ലെറ്റ്, കമ്മലുകൾ ഉണ്ടാക്കാൻ, ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് വിശദമായിട്ട് ചെയ്യാം. എല്ലാം ഒറ്റ വീഡിയോ ചെയ്താൽ വീഡിയോ ലെങ്ത് ആവും, ബോറിങ്ങും ആയിരിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ മേക്കിങ്ങിനായി ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഞാനിത് ഓരോന്നായിട്ട് പറയാം. ഇതാ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലെയേഴ്സ് ഇതൊക്കെയാണ്. കട്ടിംഗ് പ്ലെയർ, റൗണ്ട് നോസ് പ്ലെയർ, പ്രസ്സിംഗ് പ്ലെയർ. ഇത് കട്ട് ചെയ്യാൻ, മെറ്റൽ വയറൊക്കെ കട്ട് ചെയ്യാൻ ഇതുപോലൊരു കട്ടിംഗ് പ്ലെയർ ആണ് നല്ലത്. പിന്നെ കട്ടിയായിട്ടുള്ള മെറ്റൽസൊക്കെ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് റൗണ്ട് നോസ് പ്ലെയർ ആണ്. നമുക്ക് മെയിനായിട്ട് മെറ്റൽ വയർസിൻ്റെ ഒക്കെ ഷേപ്പിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ, റൗണ്ട് ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ, നമുക്ക് ഹാങ്ങിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പുകൾ ഉണ്ടാക്കാൻ ഒക്കെ മെയിനായിട്ട് ഈ പ്ലെയറിനെയാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്രസ്സിംഗ് പ്ലെയർ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ, അതുപോലെ തന്നെ ജംറിങ്സ് പോലുള്ളതിനൊക്കെ ഒന്ന് ടൈറ്റാക്കാൻ, അതുപോലെ ഗിയർ ലോക്സിനൊക്കെ ഒന്ന് ലോക്ക് ചെയ്യാൻ, അങ്ങനെ പല പല യൂസേജിന് നമുക്ക് ഈ പ്രസ്സിംഗ് പ്ലെയർ ഉപയോഗിക്കാം. നമുക്കിപ്പം വേണമെങ്കിൽ ഈ ഹാങ്ങിങ്ങിനായിട്ടുള്ള ലൂപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാം. പിന്നെ റൗണ്ട് നോസ് പ്ലെയർ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഭംഗിയിൽ ആ റൗണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ മൂന്നും മെയിനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പ്ലെയേഴ്സാണ്. അതുപോലെ പിന്നെയുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ്, ത്രെഡ് കട്ടറാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇത് പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് വയേഴ്സാണ്. ഇത് ബ്രേസ്ലെറ്റിനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് 0.6 ആണ്, ഇത് 0.8. പിന്നെ ഉള്ളത് ഇത് ഇയർവെയറാണ്. ഇത് തീരാറായി. അതുപോലെ സിൽവർ ഗോൾഡ് വെയർ ഉണ്ട്, കോപ്പറിൻ്റെ ഉണ്ട്. എൻ്റെ ഗോൾഡൻ മെറ്റൽ വയർ ഇതും തീർന്നു, എല്ലാം അഴിഞ്ഞു പോയി, മാറ്റിയത്. പിന്നെ ഉള്ളത് ഇത് ഫിഷിംഗ് വയർ എന്ന് പറയും, ടങ്കീസ് എന്ന് പറയും. ഇത് ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ ആദ്യം ഫസ്റ്റ് ടൈം മേടിച്ചതാണ്, മാലയൊക്കെ കോർക്കാനായിട്ട്. പിന്നെ സിൽക്ക് ത്രെഡ് വള ഉണ്ടാക്കണം. അതായത് പ്ലാസ്റ്റിക് ബേസ് വളയിൽ നമ്മൾ സിൽക്ക് ത്രെഡിനെ ചുറ്റിയെടുത്ത് കുഡൻ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചെടുക്കുന്നു. ഇത് നമുക്ക് പല കളേഴ്സിലുള്ള സിൽക്ക് ത്രെഡ് കിട്ടും. എൻ്റെ കയ്യിൽ ഈ കളറും പിന്നെ വൈറ്റ് കളറൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ഈ വള ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് അതിനായിട്ട് കുഡൻ സ്റ്റോൺസ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ്ട് ഗ്ലൂ ആണ്. ഇത് ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത്
D7000. ഇത് തീരാറായ ട്യൂബാണ്. D7000. ഇത് മെറ്റൽസ് ഒക്കെ നമുക്ക് ഒട്ടിക്കാനാണ് ഈ ഗ്ലൂ ഉപയോഗിക്കുന്നത്. ഇതല്ല, ഇത് ജസ്റ്റ് ഫാബ്രിക് ഗ്ലൂ ആണ്. മെറ്റൽസ് ഇതിൽ ഒട്ടിക്കാൻ ശ്രമിച്ചില്ല, മെറ്റൽസ് ഇതിൽ തന്നെ ഒട്ടിക്കണം. പിന്നെ ഇത് ഗ്ലൂ ഗണ്ണാണ്. അതിൻ്റെ ഗ്ലൂ ആണ്. ഇത് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ട് പ്ലഗ് കിട്ടിയിട്ടാണ് ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്, ഗ്ലൂ ഒട്ടിക്കുന്നത്. പിന്നെ നമുക്ക് കുന്തൻ സ്റ്റോൺസിലൊക്കെ ഒത്തിരി ലോക്കറ്റ്സോ കമ്മൽസോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്ക് ഒട്ടിക്കാനായിട്ടുള്ള വാക്സ് ഷീറ്റാണിത്. കുന്തൻ സ്റ്റോൺസിന് നമ്മൾ ഇത് പശയാണ്. ഈ പശ ഇതിൻ്റെ ടിപ്പേലിങ്ങനെ എടുത്തേക്ക് കുന്തൻ സ്റ്റോണിൻ്റെ പുറത്ത് പോയി ഒട്ടിക്കുക. ഗ്ലിപ്പൻ ഇത് ബാക്കിലും ഉണ്ട്, വലിയ കുന്തൻ സ്റ്റോൺസ് അതിനകത്ത് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ OSP ഷീറ്റ്, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്നൊക്കെ പറയും. ഇത് നമ്മൾ ഈ കോളേജിലൊക്കെ ഈ പ്രസൻറ്റേഷനായിട്ട് ഈ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓർമ്മ ഇതിൽ എഴുതിക്കൊണ്ട് വന്നിട്ട് നമ്മൾ ഈ പ്രൊജക്ടർ അടുപ്പിച്ച് ആ സെയിം സാധനം തന്നെ എന്തത്. ഇതിനകത്ത് നമ്മൾ കുന്തൻ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചെടുക്കും. ഈ പശയിലാണ് ഈ പശയിൽ ഒട്ടിച്ചിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുത്ത് നമ്മളതിനാവശ്യമായിട്ടുള്ള ഐപിൻ ആണെങ്കിൽ ഐപിൻ, അല്ലെങ്കിൽ മറ്റേ സ്റ്റഡ് പിന്നൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിലോട്ടാണ് നമ്മൾ ആ സെയിം ഷേപ്പിൽ തന്നെ ഇതിനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ അത് ആ വെളിയിലോട്ട് ഒരു ഫിനിഷിങ് ഉണ്ടാവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം കോമൺ ആയിട്ട് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. പിന്നെ ഈ പറയുന്ന ഞാൻ ആ മുമ്പേ കാണിച്ച ഗിയർ വയർ ഒക്കെ ഉണ്ടല്ലോ, ഈ ഗിയർ വയറിൻ്റെ സിൽവർ കളറും കോപ്പർ കളറും കിട്ടും. അതെല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള, അത് സാധനം എത്തിയിട്ടില്ല. ഇതും തീർന്നു, ഇത് ഓർഡറിങ് കിടക്കുവാണ്. ഇതിന്റെ മെറ്റൽ വയർ, ഗോൾഡന്റെ മെറ്റൽ വയർ, അതാണിത്. തീർന്നു. ഇതിനും ഇത് സിൽവർ കളർ അവൈലബിൾ ആണ്. ഞാനിപ്പം ഈ കാണിച്ച ടൂൾസിന്റെ പുറമെ നമ്മൾ മാല മേക്കിങ്ങിനും അതുപോലെ വള, കമ്മൽ, ബ്രേസ്ലെറ്റ്, ചോക്കർ, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വേറെ മെറ്റീരിയൽസ് വേറെയുണ്ട്. ഒന്നെങ്കിൽ ഞാനത് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. നമ്മൾ ഒറ്റ വീഡിയോ ചെയ്യുമ്പോഴത്തേനും അത് എല്ലാം ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അപ്പം പാട്ടായിട്ട് മാലയ്ക്ക് വളയും ബ്രേസ്ലെറ്റും ഒന്നിച്ച് അങ്ങനെ നമുക്ക് ഇങ്ങനെ പാട്ട് വീഡിയോ ആയിട്ട് ഇടുകയാണെങ്കിൽ അത് വിശദമായിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങൾക്കതെങ്ങനെയാണ് താല്പര്യം ഉണ്ടെങ്കിൽ, ആരെങ്കിലും വരാണെങ്കിൽ കമൻറ്റ് ഇട്ടുവാണെങ്കിൽ ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഈ വീഡിയോയിൽ ടൂൾസിനെ കുറിച്ച് പൊതുവെ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ തൽക്കാലം ബ്രേസ്ലെറ്റിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് പറയാം. അപ്പോൾ മെയിനായിട്ട് ബ്രേസ്ലെറ്റിന് ഞാൻ 0.8, എൻ്റെ 6 ഉണ്ട്. പക്ഷെ ഞാൻ ആ 6 പുറത്തോടെ ചെയ്ത് കൊടുക്കാറില്ല. അത് കുറച്ചും കൂടെ കട്ടി കുറവൊന്നുമല്ല, കുറച്ചും കൂടെ തിന്നായിട്ടുള്ളതാണ്. അപ്പം ഞാൻ 0.8 ആണ് യൂസ് ചെയ്യുന്നത്.
ഇത് ഇലാസ്റ്റിക് വെയർ ആണ്, ട്രാൻസ്പെറൻറ്റ് ഇലാസ്റ്റിക് വെയർ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റിന് യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ കാക്കിൾ ബീഡ്സ് കിട്ടും. അതുപോലെ ഇതുപോലുള്ള ജെല്ലി ബീഡ്സ് ഉണ്ടാകും. അത് നമ്മൾ ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് ഗോൾഡൻ മെറ്റൽസൊക്കെ ബീഡ്സൊക്കെ ഇടകലർത്തി ഒക്കെ ചെയ്തിടുക. ബ്രേസ്ലെറ്റിൻ്റെ പല രീതിയിൽ ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബീഡ്സ് വർക്കിൽ കുഞ്ഞു കുഞ്ഞു ബീഡ്സൊക്കെ ഇടകലർത്തി നമുക്ക് ഓരോന്നൊക്കെ ഇതിപ്പോൾ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഭംഗിയുള്ളൊരു സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റിൻ്റെ. അത് നമുക്ക് ഇതുപോലത്തെ ക്യാമ്പ്സൊക്കെ വാങ്ങാൻ കിട്ടും. ഇതുപോലത്തെ ക്യാമ്പ്സൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഇത് ഇപ്പോൾ ഈവിൾ ആയുടെ ഒരു ബീഡാണ്. ഇതുപോലുള്ള ഭംഗിയുള്ള ടക്കിൾ ബീഡ്സൊക്കെ നമുക്ക് വാങ്ങി ചെയ്യാൻ കിട്ടും. പിന്നെ ഇത് ബ്രേസ്ലെറ്റ് ചാംസ് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ഈ ചാംസിനെ ബ്രേസ്ലെറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ജംപറിങ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന വയറിലേക്ക് തന്നെ കോർത്തെടുത്താൽ മതി. പിന്നെ ഇത് ബ്രേസ്ലെറ്റ് ചെയിൻ ആണ്. ഇതുപോലെ ചെറിയ പീസൊക്കെ ആയിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് അറ്റാച്ച് ചെയ്ത് അറ്റത്ത് മുത്തോ ബീഡ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചാംസൊക്കെ അറ്റാച്ച് ചെയ്ത് ഹാങ് ചെയ്ത് നല്ല ഭംഗിയായി. ഇതിപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് സെറ്റാണ് ഞാൻ കാണിച്ചത്. ഇതിങ്ങനെ ഈ മുത്ത് പോലെയല്ല, നമുക്ക് പല ഷേപ്പിലും നമുക്ക് ഈ ത്രെഡ് വർക്ക് ചെയ്തെടുക്കാം. ത്രെഡ് വർക്കിലും ചെയ്തെടുക്കാം. നമുക്ക് ത്രെഡ് വർക്ക് ചെയ്യാൻ വീട്ടിൽ വാങ്ങാൻ കിട്ടും. അതിലും പർട്ടിക്കുലർ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.